വെൽക്കം ടു എം സ്ക്വയർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോവുകയാണ് ഗായ്സ്. വേറെ ഒരു സ്ഥലമല്ല, നമ്മളെ തമിഴ്നാട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടോട്ട് നേരെ പോവാം. അയ്യാ, ഒരു ക്യാമറയിലോട്ടൊന്ന് കൈ കാണിച്ചു ഗായ്സ്. നമ്മുടെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ പിങ്കു. അമ്മ പറ. ഇവിടെ എന്റെ ഞാനുണ്ട്, പിന്നെ എന്റെ അച്ഛനുണ്ട്. അച്ഛൻ ഹായ് പറ. ഇനി നമ്മളുടെ കഥാനായിക പിങ്കു ഒരു ഹായ് പറ. ട്രിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ അവൾ ഉറക്കം തുടങ്ങി. ഇനി അടുത്താണ് അമ്മ ഒരു ഹായ് പറ. അടുത്ത മമ്മി അച്ഛമ്മ. ഗായ്സ്, നമ്മൾ ട്രിപ്പ് തുടങ്ങിയപ്പോ തന്നെ ഫോൺ എടുക്കാൻ ഒരാൾ മറന്നുപോയി ഗായ്സ്. ഇനി നമുക്ക് തിരിച്ചു പോകേണ്ടി വരും, കാരണം മമ്മി അച്ഛമ്മ ഫോൺ എടുത്തില്ല. കളിക്കേരളം എത്തിയിരിക്കുകയാണ് ഗായ്സ്. കേരളത്തിന്റെ എതിർ വശത്തായ നമ്മളുടെ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പോവുകയാണ് ഗായ്സ്. ഇനി വെറും കുറച്ച് നേരത്തിനുള്ളിൽ നമ്മൾക്ക് തമിഴ്നാട് എത്തുന്നതായിരിക്കും. വെറും 5 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. തമിഴ്നാട് ഇപ്പൊ എത്താവുന്ന അവസ്ഥയിലാണ് ഉള്ളത് ഗായ്സ്. നമ്മൾ ഇവിടെ തമിഴ്നാട് വരാൻ കാരണമെന്ന് വെച്ചാൽ ഇവിടെ എന്റെ ചേച്ചിയുടെ ഒരു കല്യാണം ഉണ്ട്. അതിനാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തിയിരിക്കുകയാണ് ഗായ്സ്. തമിഴ്നാട് ഗായ്സ്, അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഫുള്ളും തമിഴിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഒരു കോമഡി എന്തെന്ന് വെച്ചാൽ ശരിക്കും തമിഴായിരിക്കും ഗായ്സ്. തമിഴ്നാട് എത്തിയിരിക്കുന്നു. തമിഴ്നാടെത്തി. തമിഴാണ് എല്ലാവരും ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ മാത്രമാണ് ഇവിടെ മലയാളം സംസാരിക്കുന്നത്. അച്ഛനുമുണ്ട് മലയാളം സംസാരിക്കാൻ. ഇവിടുത്തെ ടിസ്റ്റ് എന്തെന്ന് വെച്ചാൽ എനിക്ക് തമിഴ് അറിഞ്ഞൂടാ. ആലപ്പുഴ അറിയാവുന്നത് അച്ഛനും മമ്മി അച്ഛമ്മയ്ക്കും മാത്രമാണ്. ഇവർ രണ്ടുപേരും വെച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. തമിഴ്നാടെത്തി. നല്ല തമിഴ്നാട്. തമിഴ്നാടെത്തി. നല്ല തമിഴ്നാട്. ഇവിടെ തമിഴ് അറിയാൻ ഒരേ ഒരാള്, 2 പേരേ ഉള്ളൂ. ഒരു ഹായ് പറയൂ വെച്ചാൽ ക്യാമറയിലോട്ട്. അതിന് തമിഴിൽ സംസാരിക്കോ? നമുക്ക് മമ്മി അച്ഛമ്മ കണ്ട് പറയിപ്പിക്കാം. മമ്മി അച്ഛമ്മ പറയോ? എൻജോയ് എന്ന് വെച്ചാൽ എന്റെ മോനെ കിടുക്കൻ എൻജോയ് എന്ന് വെച്ചാൽ മണ്ണ് നോക്കണോ? വെള്ളമെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഒരു സ്ഥലമല്ലേ വെള്ളനാട് തൊട്ട് ഇവിടം വരെ എനിക്ക് ഒരു ബോറടിയും ഇല്ലായിരുന്നു. എല്ലാം നല്ല ചിരിച്ചാണ് വന്നത് ഗായ്സ്. നമ്മൾ മസാല ദോശയ്ക്ക് വേണ്ടി കട്ട ഒഴിപ്പിക്കുകയാണ്. പക്ഷെ മസാല ദോശ ആവണമെങ്കിൽ 3 മണിയാവും. അതുവരെ നമുക്ക് വിശന്നിരിക്കാൻ പറ്റില്ല ഗായ്സ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ലേസ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ വെച്ചു. പക്ഷെ ആ കടയിലെ ടിസ്റ്റിക്കാൻ പറയുകയാണ്. മമ്മി വെച്ചാൽ അവരുടെ സ്റ്റുഡൻ്റ് ആണ്. ഈ കടയോ മാനേജർ ഉണ്ടല്ലോ ഗായ്സ്. നമ്മളെ അവിടെ ഒന്നും ഇല്ലാത്ത കിടക്കച്ച് ലേസാണ്. ചില്ലി കോൺ 65, ചിക്കൻ 65 കോപ്പിയാണ് ഗായ്സ്. കോപ്പി ചില്ലി ചിക്കൻ അതേ കോപ്പി കഴിക്കാണ് ഗായ്സ്. വെറും 5 രൂപയേ ഉള്ളൂ ഗായ്സ്. ഈ ലേസ് നമ്മളെ ചീസ് ബോൾസിന്റെ ടേസ്റ്റ് ആണ്. നല്ല എരിയാണ് ഗായ്സ്. ഹലോ ഗായ്സ്, നമ്മളെ കേരളത്തിനെ കാട്ടി പെട്രോളിന്റെ വില കുറവാണ് ഗായ്സ്. വെറും 101 ഗായ്സ്. 101 രൂപയാണുള്ളത്. ഇനി നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് വല്ല ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിന് അടിക്കില്ല ഗായ്സ്. നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചോ? 1350 അടിച്ചത്. 1350 എത്ര? 13.4 ലിറ്റർ കിട്ടി. ഇനി 1300 രൂപയ്ക്ക് അവിടെ അടിച്ചാൽ എത്ര ലിറ്റർ കിട്ടും? അവിടെ 12 ഇവിടെ 13 ഉണ്ട് ഗായ്സ്. 3 മണിയായപ്പോഴൊന്നും മസാല ദോശ കിട്ടിയില്ല ഗായ്സ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 3:30 ആയപ്പോൾ നമുക്ക് മസാല ദോശ കിട്ടി. എന്തോ ഒരു ഖാലിയെന്ന് പറഞ്ഞൊരു കടയിൽ നമുക്ക് മസാല ദോശ കിട്ടി. അത് നല്ല കിടക്കാച്ച മസാല ദോശയാണ്. മസാല ദോശ പറഞ്ഞ് പിന്നെ നമ്മളൊരു കോഫിയും പറഞ്ഞു. കോഫി അടിപൊളിയാണ്. പിന്നെ ഉഴുന്നുവടയും നല്ലോണം കൊള്ളാം. നല്ലൊരു ഉഴുന്നുവടയൊക്കെ കഴിച്ച് രസിച്ചിരിക്കുകയാണ്. പക്ഷെ നല്ല വിലയാണ്. പിന്നെ നമ്മൾ ലൈം ജ്യൂസ് കൂടെ പറഞ്ഞു, അതും കുടിച്ച് നല്ല രസിച്ചില്ല. ഹോട്ടലിൽ നിന്ന് പൈസ എടുത്തിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് വെളിയിൽ 2 സിംഹങ്ങൾ ഇരിക്കുന്നു. ഞാൻ നല്ല കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് വെളിയിൽ
നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ ദാ കിടക്കുന്ന ഒരു മുല്ലപ്പൂ. അങ്ങനെ അവിടെ ഒരു മുല്ലപ്പൂ വിൽക്കുന്ന ഒരാളുണ്ട്. അയാൾ അതിന് കുറേ മുല്ലപ്പൂ വാങ്ങണമെന്നും പറഞ്ഞപ്പോൾ ഇങ്ങ് കരഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് മുല്ലപ്പൂ വാങ്ങി ഗൈസ്. അപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി ഗൈസ്. അവൾക്ക് മുല്ലപ്പൂ എന്ന് വെച്ചാൽ ജീവനാണ് ഗൈസ്. ഗൈസ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ പാൻറ് കീറി ഗൈസ്. കാരണം ഞാൻ നേരത്തെ പാർക്കിൽ കളിച്ച് പാൻറ് കീറി ഗൈസ്. അങ്ങനെ നമ്മളൊരു പുതിയൊരു കടയിൽ പോയി പാൻറ്റൊക്കെ വാങ്ങി എന്നിട്ട് അത് ഇട്ടുകൊണ്ടാണെന്ന് വന്നത്. അതിൻ്റെ അളവ് വെച്ചിട്ട് കൂടുതലാണ്, അതുകൊണ്ട് അടിച്ച്. പിന്നെ ആ പാൻറ് ഇട്ടുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് പോകണം. ഓടിച്ചോടിച്ച് എത്തിയപ്പോൾ തന്നെ മണവാട്ടിനെയും കസേരയിലേറി ഇന്ന് തകർത്ത് എൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ സിറ്റി വന്നിന്ന് കളിച്ച്. നമ്മളെ വീട്ടിൽ നിന്ന് ഗോൾഡൻ കക്കാശിയുടെ പേന എടുത്ത് നല്ല ഫൈറ്റാണ് ഗൈസ്. നിങ്ങൾ നോക്കിയാൽ മതി. ഞാനും പിങ്കും ഉണ്ട്. പുഷ്പം എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. നടക്കുന്ന ചടങ്ങ് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും നെറ്റിയിൽ ചന്ദനം തൊടുന്ന എല്ലാവരും മുന്ന് തൊട്ട് നമ്മളും മുന്ന് തൊട്ട് ഗൈസ്. നിശ്ചയിച്ച് വരുന്ന എല്ലാവരും പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ ഇത്തിരി ചന്ദനം തൊട്ട് അടിങ്ങിലേക്ക്. തമിഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് ഡാൻസ് കളിച്ച് ഒരാളെ ഈ പെണ്ണ് സെറ്റാക്കി ഫ്രണ്ടായിട്ട്.